ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് തിങ്കളാഴ്ചയാണ്. നമുക്ക് അത്യാവശ്യം ട്രേഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വെള്ളിയാഴ്ച ട്രേഡിങ് നിർത്തിയത് 2 SL-ലാണ്. അതിൻ്റെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. നല്ല രീതിക്കുള്ള ഒരു ട്രേഡ് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഫ്രീ ഗ്രൂപ്പിൽ കേട്ടോ. ഇതാണ് നിഫ്റ്റിയുടെ കറണ്ട് സ്റ്റാറ്റസ്. ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അടിയിലേക്ക് വന്നേക്കാണ്. 22,391, 22,292, 22,210. ഇവിടേക്കും സപ്പോർട്ടറാണ് നിഫ്റ്റിക്കുള്ളത്. ട്രെൻഡ് എപ്പോഴും ബീറിഷ് തന്നെയാണ് കേട്ടോ. വ്യൂ ബീറിഷ് തന്നെയാണ്. നിങ്ങൾ സീലിക്കൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സീലിക്ക് അത്രയും നല്ല റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അത്രയും നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്യാനേ നിഫ്റ്റിക്ക് പറ്റണല്ലേ. അപ്പോൾ പ്രശ്നങ്ങളാണ്. അത് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ബീറിഷ് തന്നെയാണ് എപ്പോഴും വ്യൂ. ബിറ്റ് കോയിൻ്റെ ലെവൽ ഇതാണ് കേട്ടോ. 53,519, 80,018. ഈ 2 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് CE സൈഡ് ആണെങ്കിൽ സെല്ലേഴ്സ് റേഷൻ നോക്കിയിട്ട് പഠിക്കാം. ഇനി PE സൈഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബയ്യേഴ്സ് റേഷൻ നോക്കിയിട്ട് പഠിക്കാം. ഈ ബയ്യേഴ്സ് റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ബയ്യേഴ്സ് റേഷൻ കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു പ്രൈസ് ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. മനസ്സിലായാലും അതായത് ഇപ്പോൾ ഇങ്ങോട്ട് കയറി പിന്നെ ഇവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്തിരുന്നുള്ള എൻട്രി എടുപ്പിക്കുവരെ. മനസ്സിലായാലും എൻട്രി എടുപ്പിച്ചിട്ട് ഒരു പ്രോഫിറ്റൊക്കെ മുളക്കി തരും. എന്നിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ ഒരൊറ്റയടിക്ക് ഇതിനടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ പിന്നെയും ഒരു ബയ്യേഴ്സ് റേഷൻ ഈ ലെവലിൽ നിങ്ങൾക്ക് കിട്ടും. ഗ്രീൻ ക്യാനിലെ റിജക്ഷൻ ഈ ലെവലിൽ നിന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് ബൈ എടുക്കാവുന്നതാണ് അടിയിലേക്ക്. PE സൈഡ് കേട്ടോ. അങ്ങനെ ഇതാണ് PE ബൈ എടുക്കുമ്പോൾ. CE ബൈ എടുക്കുമ്പോൾ ഡയറക്റ്റാണ്, നേരെ കയറുന്നു. കറക്റ്റ് ഒരു റിജക്ഷൻ സെല്ല് സ്കാനിൽ കിട്ടുന്ന കൂടെ ഒരു മുകളിലേക്ക് പോയി എടുക്കണം. ഇതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അടിയിലേക്കുള്ള കണ്ടീഷനാണ് നോക്കി. ഇതിപ്പോൾ അടിയിലേക്ക് വന്നു, ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് സല്ലിലേക്ക് വന്നു. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒരു ഈ പൊസിഷനിൽ ഡയറക്റ്റ് എൻട്രിയാണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് എൻട്രി അടിയിലേക്ക്. സെല്ലേഴ്സ് റേഷനാണ് അല്ല ബയ്യേഴ്സ് റേഷനാണ് കിട്ടേണ്ട PE സൈഡിൽ എടുക്കുമ്പോൾ. ലെവൽ ഇതാണ് 53,519, 80,18. 818 അതിൻ്റെ ലെവൽ വരുന്നത്. അപ്പോൾ ആ കണ്ടീഷനിലൊക്കെ നിങ്ങൾ ട്രേഡ് എടുക്കുക. ഇതിപ്പോൾ ക്രൂഡ് ഓയിലിൽ ഞാനിപ്പോൾ ഓൾറെഡി നോക്കി വെച്ചൊരു ലെവലാണ് കേട്ടോ. നമ്മൾ ക്രൂഡ് ഓയിലൊക്കെ നോക്കുമ്പോൾ 5 minutes ആണ് നോക്കുക. മനസ്സിലായില്ലേ? ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഉള്ള ലെവൽ 58.64 എന്ന് പറഞ്ഞ ലെവലാണ്. പിന്നെ 59.25. നേരത്തെ ബിറ്റ് കോയിനിൽ പറഞ്ഞ അതേ സെറ്റപ്പ് തന്നെയാണ് ഇതിലും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കുക. അങ്ങനെയാണ് പ്രൈസ് ആക്ഷനിൽ എൻട്രി എടുക്കേണ്ടത്. തൽക്കാലം ഇപ്പോൾ ഇത് പ്രോഫിറ്റിൽ റണ്ണിങ് ആണ്. സീനില്ലാത്ത രീതിയിൽ തന്നെയാണ് പോകണം. നമുക്ക് ഇന്നുണ്ടായിരുന്ന ട്രേഡിലേക്കൊക്കെ പോകാം. ഇന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ട്രേഡ് CE സൈഡിലേക്കാണ്. ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ ട്രേഡാണ് നിങ്ങൾ കാണുന്നത്. 22,600 സീലാണ്. ഇതിനൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമുക്ക് ഈസിയായിട്ട് പറഞ്ഞുതരാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്കും എല്ലാ ദിവസവും ഇത് അപ്ലൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ട്രേഡിങ് മെത്തേഡിലൊക്കെയും. അതായത് ഡേ ഹൈ ആണ് അത് ഫസ്റ്റ് ദിവസത്തെ ക്യാൻഡിൽ. ഇപ്പോൾ നാളെ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നമുക്കൊരു ഫസ്റ്റത്തെ 1 minute ക്യാൻഡിൽ നമുക്ക് കിട്ടി. ആ ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് ബയ്യേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതെല്ലാവർക്കും ചെയ്യാൻ വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ അത് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലോസിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. നമുക്ക് ഒരു ടിപ്പാണിത്. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള കാര്യമാണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. ഡേയുടെ മുകളിലാണ് നമ്മൾ ബയ്യേഴ്സ് റിജക്ഷൻ, പിന്നെ ഒരു സെല്ലേഴ്സ് റിജക്ഷൻ. ബയ്യേഴ്സ് ക്ലോസ് ചെയ്യണം, അതായത് ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്യണം. പിന്നെ അതേ ലെവലിൻ്റെ മുകളിലേക്ക് ഡേയുടെ മുകളിൽ തന്നെ റെഡ് ക്യാനിൽ ക്ലോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് ഈ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കറക്റ്റ് 10 point SL മെയിൻറ്റെയിൻ ചെയ്യുക. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു 48 point മൂവ്മെൻ്റാണ് ഇതിൽ കിട്ടിയാണത്. ഇത് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ ട്രേഡാണ്. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്ത് നോക്കാം ഈ ടെക്നിക്ക്. അതായത് ഫസ്റ്റ് 1 minute ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 1 minute ക്യാൻഡിലിൻ്റെ ഡേ ഹൈ ആ വിക്കിൻ്റെ മുകളിൽ നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ബയ്യേഴ്സ് ലോസ് ചെയ്യുന്നുണ്ടോ സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യുന്നുണ്ടോ ആ വിക്കിൻ്റെ മുകളിൽ തന്നെ കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഇത് ഫ്രീ ആയിട്ട് പറഞ്ഞൊരു ടിപ്പാണ്. നമുക്ക് അങ്ങനെ വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡികളും ഇതിൽ ആഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് മിക്ക ദിവസവും വർക്കാവുന്നൊരു ടെക്നിക്കാണ്. ഇനി നമുക്കുണ്ടായിരുന്ന ട്രേഡൊക്കെയും PE സൈഡിലാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു C ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ C നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ C തന്നെ സെയിം തന്നെയാണ് കേട്ടോ. ഡേ ഹൈലത്തെ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. ഫസ്റ്റ് ക്യാൻഡിൽ 9:15 അതിൻ്റെ ഡേ ഹൈ ആ വിക്കാണ്. മനസ്സിലായാലേ? 704.60 എന്ന് പറഞ്ഞാൽ വിക്കാണത്. അതിൻ്റെ മുകളിലേക്ക് ബയ്യേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. നിങ്ങളോട് നോക്കുക കറക്റ്റായിട്ട്. അവിടെ ബയ്യേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സിനാണ്ടില്ല. ബയ്യേഴ്സ് ലോസ് ചെയ്തു, ബയ്യേഴ്സ് ലോസ് ചെയ്തു, ബയ്യേഴ്സ് ലോസ് ചെയ്തു, ബയ്യേഴ്സ് ലോസ് ചെയ്തു, ബയ്യേഴ്സ് ലോസ് ചെയ്തു. ഇവിടെയാണ് സെല്ലേഴ്സ് വരുന്നത്.
9:30 ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് അത്രയും വലിയൊരു എമൗണ്ടിലാണ് നിൽക്കുന്നത്, മുകളിലാണ്, ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ട്രേഡ് ഞാൻ എടുക്കാൻ പറഞ്ഞത് SLക്ക് വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കാമെന്നാണ് പറഞ്ഞത് ഞാൻ, മനസ്സിലായത്. ലിമിറ്റഡ് എടുക്കാനല്ല പറഞ്ഞത്, SLക്ക് വരുമ്പോൾ അതൊരു മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയിട്ടാണ് SLക്ക് വരുമ്പോൾ ട്രേഡ് എടുക്കാൻ പറഞ്ഞത്. അല്ലാണ്ട് വേറൊരു സംഭവമൊന്നുമല്ല. നമ്മൾ നിഫ്റ്റിയും ബാങ്കും നോക്കുമ്പോൾ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാൻ പറ്റില്ല. അതിരി ഇറങ്ങട്ടെ എന്നിട്ട് ട്രേഡ് എടുക്കാൻ തന്നെയാണ് വെപ്പ്, മനസ്സിലായത്. പിന്നെ ഈ ട്രേഡിൽ ഞാൻ 10 പോയിൻ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞത്, SL 10 പോയിൻ്റ് SL ഇട്ടാൽ മതി, അതിൻ്റെ കൂടുതലൊന്നും ഇടണ്ടാന്നാണ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ അടുത്ത്. അപ്പം അങ്ങനെ കിട്ടിയ ട്രേഡാണ് ഇതൊരു 70 പോയിൻ്റ് മൂവ്മെൻ്റാണ് കിട്ടിയാണത്, 72 പോയിൻ്റ്. നമുക്ക് CSIDക്ക് കിട്ടിയ ട്രേഡാണ് കേട്ടോ അത്. നമുക്ക് CSIDക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ട്രേഡേ ഉള്ളൂ, ബാക്കിയൊക്കെയും B സൈഡാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലുണ്ടായിരുന്ന ട്രേഡാണ് 48,400 P. നിങ്ങൾ നോക്കി നോക്കുക, ഇതൊരു 1:1 കിട്ടി, 20 പോയിൻ്റ് കിട്ടിയ ട്രേഡാണ്. 20 പോയിൻ്റ് എടുത്തിട്ട് ഇറങ്ങാൻ ഇത് പിന്നെ 30 പോയിൻറ്റിക്കും പോയിട്ടുണ്ട് കണ്ടില്ല, കറക്റ്റ് 30 പോയിൻ്റ് SL പോകാൻ തന്നെ പോയിട്ടുണ്ട്. പിന്നെ അടിയിലേക്ക് വന്ന് SL സൈഡിലേക്ക് പോയി. എന്നിട്ട് നിങ്ങൾക്ക് റീ എൻട്രി ആണ് പിന്നത്തെ ഓപ്പർച്യൂണിറ്റി. അവിടെ 30 പോയിൻ്റൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഇനിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇത് പിന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡാണ് ഇത്. നമ്മളെല്ലാതും കാണാൻ പറ്റില്ല എപ്പോൾ നോക്കിയാലും, മനസ്സിലായാലും. നിങ്ങൾക്ക് തരുന്ന പ്രൈസിൻ്റെ മുകളിൽ ഇതൊക്കെ നടക്കും. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക. ഇതൊക്കെ ഒരാൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ തരുന്ന പ്രൈസിൻ്റെ മുകളിൽ എപ്പോഴും നിങ്ങൾക്കൊരു നല്ലൊരു എൻട്രി എപ്പോഴും കിട്ടും. നിങ്ങളത് നോക്കണ പോലെ ഈ കാര്യങ്ങൾ എപ്പോൾ നോക്കിയാലും പറഞ്ഞിട്ടുള്ളതാണ്. റീ എൻട്രിയുടെ ഓപ്പർച്യൂണിറ്റി എല്ലാ പ്രൈസിലും ഉണ്ടാകുന്നു, മനസ്സിലായാലും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു 30 പോയിൻ്റ് കിട്ടിയിട്ടുള്ളൂ നോക്കി, അത് വന്ന് അടിയിലേക്ക് പോയി. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ 30 പോയിൻ്റ് പോയി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങളൊന്ന് പോസിറ്റീവ്സ് വരും, അല്ലെങ്കിൽ അവിടെ ബുക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങൾ. പിന്നെ അടിയിലേക്ക് വരുന്ന നേരത്ത് പിന്നെ അവിടെ ഒന്നും പറയാനില്ല, അത് പിന്നെ ആ ട്രേഡ് നമുക്ക് കഴിഞ്ഞു. പിന്നെ അതേ പ്രൈസിൽ തിരിച്ച് കയറുമ്പോൾ റീ എൻട്രി, അത്രേ ഉള്ളൂ അതിൻ്റെ ഉള്ളത്തെ കൺസെപ്റ്റ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അതൊരു 191 പോയിൻ്റ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ചെയ്യുമ്പോൾ. ബേസിക്കലി ഞാൻ കാണാത്ത ട്രേഡാണ് കേട്ടോ അത്. അതായത് ഇതൊക്കെ ഈസിയാണ്, നമുക്ക് എല്ലാ ദിവസവും പറയണതാണ്. ഫ്രീ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, നമ്മൾ റീ എൻട്രിയുടെ കാര്യങ്ങളൊക്കെ പറയാറുള്ളതാണ്. നിഫ്റ്റി നമുക്ക് കാണുമ്പോൾ അറിയാം കുറച്ച് ട്രേഡ് ഉണ്ട്. പക്ഷേ ഇതിലൊക്കെയും കോസ്റ്റ് മിക്കവർക്കും പോയിണ്ടാവും കേട്ടോ. ഞാൻ ഇതിലൊക്കെയും SL പിടിക്കാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ലേ. നമ്മുടെ അടുത്ത് ഞാൻ ഇതിലൊക്കെയും പറഞ്ഞു, ഈ ട്രേഡിലാണെങ്കിലും ഇതൊക്കെ ചെറിയ പോയിൻ്റാണ് കിട്ടിയിട്ടുണ്ടാവുക. ഒന്നീ ചെറിയ SL അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ്, അങ്ങനെയാണ് ഈ ട്രേഡ് പോയിക്കണത്. പിന്നെ ഈ ട്രേഡ് ഞാൻ പറഞ്ഞിട്ടില്ലേ. ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മൾ ഈ ട്രേഡ് റണ്ണിങ് ആയിട്ട് ഒരു പോയിൻ്റ് കിട്ടി, പിന്നെ ഒരു കോസ്റ്റോ അല്ലെങ്കിൽ SL സൈഡിലേക്ക് പോയി. അതിനുശേഷം റീ എൻട്രിയാണ്. നേരത്തെ ബാങ്ക് നിഫ്റ്റി എന്തുണ്ടായി അത് തന്നെയാണിത്. ഈ നിഫ്റ്റി ഞാൻ കണ്ടിട്ടില്ലേ. ബേസിക്കലി അതാണ് പറയേണ്ട കാര്യം. പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ റീ എൻട്രി ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കണ്ടറിയാം. എൻ്റെ മോളിലേക്ക് പ്രൈസ് വരുമ്പോൾ ഒക്കെ റിജക്ഷനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രേഡ് എടുത്ത് ഒരു പ്രോഫിറ്റ് ആകും, പിന്നെ അത് അടിയിലേക്ക് പോന്നു. പിന്നെയും ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റോട് തരുന്നുണ്ടെങ്കിൽ അവിടെ ട്രേഡ് എടുക്കുക. അത് ഒരാളും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, ഞാനിപ്പോൾ എല്ലാ ദിവസവും പറയാറുള്ള കാര്യമാണ്, മനസ്സിലായാലും. ഇത് ഈസി ടാർഗറ്റൊക്കെ തന്നെയാണ്, നല്ല രീതിക്ക് നല്ല ടാർഗറ്റ് വേണ്ട ട്രേഡുകളാണ്. ഇനിയിപ്പോൾ അവിടെ കിട്ടിയില്ല, അതായത് ഈ ട്രേഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ 124.70 മുകളിൽ ട്രേഡ് കൊണ്ടായിരുന്നു, അത് മിക്കവരും കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. അതായത് ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി. ഇവിടെ സെല്ലേഴ്സിൻ്റെ റിജക്ഷനെ കിട്ടിയിട്ടുള്ളൂ കണ്ടില്ലേ. ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി. പിന്നത്തെ ക്യാൻഡിലിൽ അത് മൂവ് ചെയ്തു. നോക്കിയിരിക്കുന്നവർ അത് കിട്ടില്ല, അത് പിന്നെ ഞാൻ പറയില്ല, നോക്കിയിരിക്കുന്നവർക്ക് കിട്ടില്ല. അപ്പോൾ തന്നെ എൻട്രി എടുക്കുക. അത് ഏറ്റവും ഡിമാൻഡിലാണ് നിൽക്കുന്നത്, 1 രൂപ വ്യത്യാസമാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഈ സൈഡിൽ 50 പോയിൻ്റാണ്. ഈ ഒരു സെക്ഷനിൽ മാത്രം പിയിൽ മാത്രം ഇത്രയും ട്രേഡ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ 3 സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കോസ്റ്റ് പോകുന്ന രീതിയിലുള്ള 3 ട്രേഡ്, ഇതും അങ്ങനെയാണ്. പിന്നെ ഈ ട്രേഡ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് വാച്ച് തിരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ട്രേഡാണ് ഈ സംഭവം. ഈസി ആയിട്ട് കിട്ടുന്ന പ്രോഫിറ്റുകളാണ്, അതൊക്കെയും വാച്ച് തിരിക്കണം. ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ തന്നെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് മെയിനായിട്ടുള്ള ടോപ്പിക്ക് കൊടുത്തത്, മനസ്സിലായാലും. പുതിയത് കയറുന്ന ആൾക്കാർ, അതായത് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർ, പുതുതായിട്ട് കയറുന്ന ആൾക്കാർ, അതായത് ഞാൻ റൺ ചെയ്യുന്നതൊരു ഫ്രീ ടെലിഗ്രാം ചാനലാണ്, മനസ്സിലായാലും. ആ ഫ്രീ ടെലിഗ്രാം ചാനൽ ഇഷ്ടംപോലെ ട്രേഡുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റഡിയും കൂടി വേണമെങ്കിൽ അവിടെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്കൊന്ന് കിട്ടിയേക്കണത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നിട്ട് ട്രേഡിംഗ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ എപ്പോഴും നിർത്താൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. മെയിനായിട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഗെയിമാണ്. നിങ്ങൾ എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യണം അത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ. SL ഒക്കെ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.